CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CPIയുടെ മുതിർന്ന നേതാവ് പന്ന്യൻ രവീന്ദ്രൻ പ്രസംഗിക്കുന്നതിനിടെ കുഴഞ്ഞു വീണു. അട്ടപ്പാടിയിൽ LDF പുതൂർ പഞ്ചായത്ത് റാലിയിൽ സംസാരിക്കുന്നതിനിടെയാണ് പന്ന്യൻ രവീന്ദ്രന് ദേഹാസ്വാസ്ഥ്യമുണ്ടായത്. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ സീനിയർ വനിതാ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സിനി ജലീലിനെ മുഖംമൂടി സംഘം മർദ്ദിച്ചതായി പരാതി. ഡോക്ടറുടെ പെരിന്തൽമണ്ണയിലെ വീട്ടിലെ പരിശോധനാ മുറിയിൽ വെച്ചാണ് സംഭവം. മൂക്കിനുൾപ്പെടെ പരിക്കേറ്റ ഡോക്ടർ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ സ്മരണ പുതുക്കി ദുഃഖവെള്ളി ആചരിച്ചു. മനുഷ്യരുടെ മുഴുവൻ പാപങ്ങൾ ഏറ്റെടുത്ത് യേശു കുരിശുമരണം വരിച്ച ദിവസമാണ് ദുഃഖവെള്ളിയായി ആചരിക്കുന്നത്. ക്രിസ്തീയ സഭകളുടെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴിയും നടത്തി. അങ്ങാടിപ്പുറം തിരുമാതാംകുന്ന് ക്ഷേത്രത്തിൽ 10ാം പൂരം ആഘോഷിച്ചു. രാവിലെ പന്തീരടി പൂജയ്ക്ക് ശേഷം ആറാട്ടെഴുന്നള്ളിപ്പ്, പഞ്ചാരിമേളം, എഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം എന്നിവയും നടന്നു. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ സീനിയർ വനിതാ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സിനി ജലീലിനെ മുഖംമൂടി സംഘം മർദ്ദിച്ചതായി പരാതി. ഡോക്ടറുടെ പെരിന്തൽമണ്ണയിലെ വീട്ടിലെ പരിശോധനാ മുറിയിൽ വെച്ചാണ് സംഭവം. മൂക്കിനുൾപ്പെടെ പരിക്കേറ്റ ഡോക്ടർ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ 19-ന് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ പ്രസവിച്ച സ്ത്രീയെ പ്രസവാനന്തര രക്തസ്രാവത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ഇവർ 23-ന് മരിക്കുകയും ചെയ്തു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് അക്രമമെന്ന് സംശയിക്കുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പെരിന്തൽമണ്ണ ഘടകത്തിന്റെ നേതൃത്വത്തിൽ സംയുക്ത സമരസമിതി പെരിന്തൽമണ്ണയിൽ OP ബഹിഷ്കരിച്ച് സമരം പ്രഖ്യാപിച്ചു. പ്രതികളായിട്ടുള്ള 4 പേരെയും അറസ്റ്റ് ചെയ്യുന്നതുവരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ മെമ്പർമാരായിട്ടുള്ള പെരിന്തൽമണ്ണയിലെ മുഴുവൻ ഡോക്ടർമാരും പിന്നെ KGMOയുടെ ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസേഴ്സും അവരുടെ ജോലികളിൽ നിന്ന് വിട്ടുനിൽക്കും. ഇത് ഇന്ന് അറസ്റ്റ് നടന്നില്ലെങ്കിൽ നാളെ ജില്ല മുഴുവനായിട്ട് ഈ സമരം വ്യാപിക്കും. അവിടെ നിന്നും നാളെയും അറസ്റ്റ് നടന്നിട്ടില്ലെങ്കിൽ സംസ്ഥാനത്തെ ആരോഗ്യ മേഖല മുഴുവൻ സ്തംഭിക്കുന്ന രീതിയിൽ ഈ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. പ്രതികളായ 4 പേരെയും ഉടനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യമായിട്ടുള്ള ആവശ്യം. പിന്നീട് നമ്മുടെ ആശുപത്രി സംരക്ഷണ നിയമം അതിലനുശാസിക്കുന്ന വകുപ്പുകൾ അനുസരിച്ച് പ്രതികൾക്ക് ഏറ്റവും ഉയർന്ന ശിക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇത് ശ്രമിക്കുന്നതായിരിക്കും. പെരിന്തൽമണ്ണയിൽ പ്രതിഷേധ യോഗവും പ്രകടനവും നടന്നു. ഗവൺമെന്റ് ആശുപത്രി കവാടത്തിൽ നടന്ന പരിപാടി IMA നേതാക്കളായ ഡോക്ടർ ജയകൃഷ്ണൻ, ഡോക്ടർ NM അരുൺ, ഡോക്ടർ കൊച്ചു S മണി, ഡോക്ടർ VU സീതി, IDAയുടെ ഡോക്ടർ യഹിയ, രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ മുൻ MLA V ശശികുമാർ, KPCC ജനറൽ സെക്രട്ടറി V ബാബുരാജ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതാവ് അഡ്വക്കേറ്റ് AK മുസ്തഫ, NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KP ബാബുരാജ് തുടങ്ങിയ പ്രമുഖർ പ്രസംഗിച്ചു. എന്നാൽ ഇത് വളരെ പ്രകോപനപരവും ഒട്ടും നമ്മുടെ നാടിൻ്റെ അന്തസ്സിനും മര്യാദയ്ക്ക് യോജിക്കാത്തതുമായ ഒരു വികാരമാണ് മനസ്സിലാക്കുന്നത്. ഇതിനെതിരെ ശക്തമായ നടപടിയെടുക്കണം, പോലീസ് ഉണർന്നു പ്രവർത്തിക്കണം എന്ന് ഞാൻ ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ്. മാന്യരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സഹായം അനിവാര്യമാണ്. ആ സഹായം ഇക്കാര്യത്തിൽ ഉണ്ടാകണം. മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയാണെങ്കിലും ശരി, പ്രതികളെ കണ്ടെത്തുന്നത് വരെ ആ വിഷയവുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് സാമൂഹ്യ പ്രവർത്തകർ എന്നുള്ള നിലക്ക്, ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ എന്നുള്ള നിലക്ക് ആ കാര്യത്തിൽ അവർക്കും ഞങ്ങളുടെ കലവറയില്ലാത്ത പിന്തുണ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു പ്രതിസന്ധിയുണ്ടായ നാട്ടുകാരെങ്കിലും ഡോക്ടർമാരെ കൈകാര്യം ചെയ്ത ഡോക്ടർമാർക്ക് എന്ത് സുരക്ഷയാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി NDA സഖ്യവും പറയുന്നു, ഞങ്ങൾ ഇതിനെ ശക്തമായി അപലപിക്കുന്നു. ഇത് ഇനി ഈ സമൂഹത്തിൽ ആവർത്തിക്കാൻ പാടില്ല. ഇവർക്ക് അത്രയും വലിയ ശിക്ഷ കൊടുക്കണം. അന്ന് ഡോക്ടർ പത്തനാ കൊലക്കേസിൽ ആ അമ്മ പറഞ്ഞ മാതിരി തൂക്കിക്കൊല തന്നെ ചെയ്യണം. ആ പനിഷ്മെന്റ് ഉണ്ടെങ്കിൽ ഇതിന് ഭയമുണ്ടോ? CCN പെരിന്തൽമണ്ണ.
10 വർഷത്തെ LDF ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് കേരളം ഐക്യജനാധിപത്യ മുന്നണിയുടെ ഉജ്ജ്വലമായ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ കരിങ്കല്ലത്താണിയിൽ സംഘടിപ്പിച്ച UDF റോഡ് ഷോ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, അവരുടെ കുഞ്ഞുങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു കേരളം, നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്ന, നല്ല തൊഴിൽ ലഭിക്കുന്ന, നല്ല സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയുന്ന ഒരു പുതിയ കേരളം, അതാണ് ടീം UDFന്റെ വാഗ്ദാനം. അതുണ്ടാകണം, അതായിരിക്കണം. അതിനു വേണ്ടിയുള്ള വലിയ ഈ പോരാട്ടത്തിൽ 100-ലധികം സീറ്റുമായി കേരളത്തിൽ ടീം UDF അധികാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്റെ ജില്ലയായ എറണാകുളം ജില്ല 14 സീറ്റും മേടിക്കുന്നുണ്ട്. അപ്പൊ കുഞ്ഞാലൂരി സാഹിബ് പറഞ്ഞാൽ നമുക്ക് നോക്കാം, ഞങ്ങളുടെ ജില്ലയായ മലപ്പുറത്ത് 16 മേടിക്കണം. വികസനത്തിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തെറ്റായ കണക്കുകളാണ് നിരത്തുന്നതെന്ന് VD സതീശൻ ആരോപിച്ചു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 4.5 ലക്ഷത്തോളം വീടുകൾ നിർമ്മിച്ച കണക്കുകൾ നിയമസഭാ രേഖകളിലുണ്ട്. ലൈഫ് മിഷനെ കുറിച്ച് പറയുന്നവർ ഈ സത്യം മറച്ചുവെക്കുകയാണ്. തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ LDF പലരുമായും അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്നു. പാലക്കാട് UDFനെ തോൽപ്പിക്കാൻ CPM-ഉം BJP-യും തമ്മിൽ ധാരണയുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. UDFനെതിരെ വർഗീയ ആരോപണങ്ങൾ ഉന്നയിച്ചവർ ഇപ്പോൾ SDP-യുടെയും RSSന്റെയും സഹായം തേടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ഒരു കാലത്തും ബന്ധപ്പെട്ടിട്ടില്ലെന്നോ. അപ്പൊ ഞാൻ പിറ്റേ ദിവസം ജമാഅത്ത് ഇസ്ലാമി LDFനെ പിന്തുണച്ചതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയപ്പോ പറഞ്ഞ വീഡിയോ ക്ലിപ്പ് ഹാജരാക്കി. അപ്പൊ പിന്നെ മാറ്റി പറയാൻ പറ്റുമോ? ഒരു ബന്ധമില്ലെന്നാണ്. പിന്നെ ഒരു ദിവസം പറയണം RSSുമായി ഒരു കാലത്തും ബന്ധപ്പെട്ടിട്ടില്ല. അപ്പൊ പിറ്റേ ദിവസം ഞാൻ വേറെ വീഡിയോ ക്ലിപ്പ് ഹാജരാക്കി. പണ്ട് പറഞ്ഞതാ, ചില കാലങ്ങളിൽ RSSുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്, ചില കാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടില്ല. അതിനാണ് അവസരവാദം എന്ന് പറയുന്നത്. ആ അവസരവാദത്തിന്റെ വീഡിയോ ക്ലിപ്പ് കാണിച്ചു കൊടുത്തു. ഉണ്ടാക്കില്ല, മറുപടിയില്ല, ഒന്നിനും മറുപടിയില്ല. പിന്നെ പറഞ്ഞു 2013 ശ്രീ ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗമായി ഒരു ആരോപണം ഉണ്ടായി. ആരോപണത്തിന്റെ പേരിൽ ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്ന് ചവിട്ടി പുറത്താക്കണം എന്ന് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയാണ്. ഉമ്മൻചാണ്ടി പിന്നെ ചവിട്ടി പുറത്താക്കുന്നില്ല, വിളിച്ച് രാജിക്കത്ത് എഴുതി മേടിച്ചു. ഇപ്പൊ അതിനേക്കാൾ ഗുരുതരമായ ആരോപണം ഗണേഷ് കുമാറിനെതിരെ വന്നു. ഞാൻ പറയില്ല, കുട്ടികളൊക്കെ ഇരിക്കുന്നു, ഞാൻ മിണ്ടും. താഴേക്കോട് വില്ലേജ് പടിയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ കരിങ്കല്ലത്താണി സെന്ററിൽ സമാപിച്ചു. VD സതീശനും UDF സ്ഥാനാർത്ഥി നജീബ് കാന്തപുരവും തുറന്ന വാഹനത്തിൽ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തു. പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് 10,000 വനിതകൾക്ക് ജോലി നൽകുന്ന 100 സംരംഭങ്ങൾ ഞങ്ങൾക്ക് വേണം. അതങ്ങ് സാധിപ്പിച്ചു തരണം. ഈ 3 കാര്യങ്ങളും ഞാൻ പറയുന്നത് പ്രതിപക്ഷ നേതാവിനോടല്ല, മെയ് 4-ന് അധികാരമേൽക്കുന്ന UDF സർക്കാരിന്റെ നേതാവിനോടാണ്. നമുക്ക് ഈ ഉജ്ജ്വലമായ രാഷ്ട്രീയ പോരാട്ടം നയിച്ച് നമ്മൾ പെരിന്തൽമണ്ണയിൽ പുതുയുഗ യാത്രക്ക് നൽകിയ ഉജ്ജ്വലമായ സ്വീകരണം ഞാൻ അനുസ്മരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിൽ പിണറായി വിജയനോട് മുഖാമുഖം പോരാടി ധീരമായ നിലപാടെടുത്ത് മുട്ടുമടക്കാതെ ഒരിഞ്ച് വിട്ടുകൊടുക്കാതെ ഞങ്ങളെ നയിച്ച പ്രിയ നായകൻ ശ്രീ VD സതീശൻ, അദ്ദേഹത്തിന്റെ എല്ലാ ശക്തിയും ഈ കേരളത്തിന്റെ ജനങ്ങളുടെ ശബ്ദത്തിന്റെ കരുത്താണ്. മണ്ഡലം UDF ചെയർമാൻ MM സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഞെരളത്ത് ഹരിഗോവിന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. KP മജീദ്, M ഉമ്മർ, V ബാബുരാജ്, ഉസ്മാൻ താമരത്ത്, അഷ്റഫ് കൊക്കൂർ, അഡ്വക്കേറ്റ് S അബ്ദുസലാം, AK നാസർ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പ്രസംഗിച്ചു. ഒറ്റപ്പാലം, മണ്ണാർക്കാട്, പെരിന്തൽമണ്ണ നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു. CCN ചത്തല്ലൂർ. മണ്ണാർക്കാട് മണ്ഡലത്തിലെ റോഡ് നവീകരണം വൈകാൻ കാരണം ഏജൻസികളും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള അജണ്ടയെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം. മണ്ണാർക്കാട് കുമരംപുത്തൂരിൽ തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മരക്കാർ. മറ്റു മണ്ഡലങ്ങളെ സംബന്ധിച്ചൊക്കെ എല്ലാവരും പല അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇലക്ഷൻ പ്രഖ്യാപിച്ചത് അന്ന് മുതൽ ഇന്നേ വരെ മണ്ണാർക്കാട് മണ്ഡലത്തെ സംബന്ധിച്ച്
രണ്ടഭിപ്രായം ഒരു നിരീക്ഷകന്മാരും ഒരു സർവേക്കാരും പ്രഖ്യാപിച്ചിട്ടില്ല. എല്ലാവരും പറയുന്നത് മെയ് 4-ാം തീയതി വോട്ടെണ്ണി കഴിഞ്ഞാൽ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ശംസുദ്ദീൻ കേരള നിയമസഭയിൽ 4ാമതായി മണ്ണാർക്കാടിന്റെ പ്രതിനിധിയായി ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രഖ്യാപിക്കുന്ന ഒരവസ്ഥ ഈ രാജ്യത്ത് നിലനിൽക്കുന്നു. അതിന്റെ കാരണം എന്തായെന്ന് ചോദിച്ചാൽ എല്ലാവരും ഇപ്പൊ പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടി എന്നോട് പറഞ്ഞത് എനിക്കറിയാം, CPI പറഞ്ഞത് എനിക്കറിയാം, രാഷ്ട്രീയത്തിന് അതീതമായി പല സുഹൃത്തുക്കളും പറഞ്ഞത് എനിക്കറിയാം. പക്ഷെ അവരിപ്പോ പറയുമ്പോ എന്നെനിക്കറിയില്ല. ഷംസു ഉണ്ടാകുമ്പോ മണ്ണാർക്കാട് പെട്ടെന്ന് ആർക്കും വിജയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്ന ഒരുപാട് രാഷ്ട്രീയക്കാര്. പക്ഷെ ഇപ്പൊ അവര് കളം മാറി ചവിട്ടിയിട്ടുണ്ട് എന്നറിയാൻ വേണ്ടി കഴിഞ്ഞു. പിന്നെ ഈ മണ്ഡലത്തിൽ വികസനം നടന്നിട്ടില്ല എന്ന് പറയുന്നവന്റെ തലയിൽ ഇടുത്തി വീഴാതിരിക്കട്ടെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരു MLA എന്ന നിലയിൽ ഈ മണ്ഡലത്തിൽ ഞങ്ങൾ 1-2 റോഡുകളിലെ അതിന്റെ ഏജൻസികൾ, അത് പണിയെടുക്കുന്ന ഏജൻസികൾ, ആ ഏജൻസികളും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള എന്തോ അജണ്ട വേണമെങ്കിൽ അങ്ങനെ വരെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അതിൽ 1-2 റോഡുകൾ അവിടെ കിടക്കുന്നുണ്ട് എന്നതൊഴിച്ചാൽ ഈ മണ്ഡലത്തിൽ നടന്ന് സഞ്ചരിച്ചാൽ റോഡുകളുടെ കാര്യത്തിലായാലും വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിയുടെ കാര്യത്തിലായാലും രാജ്യത്തെ ജനങ്ങളെ ഒന്നായി കണ്ട് വികസനം നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിലായാലും രണ്ടഭിപ്രായം നിലനിൽക്കുന്നില്ല. പിന്നെ എല്ലാവരും പറയുന്ന ഒരു യാഥാർത്ഥ്യം, MLA എന്നുള്ള നിലയിൽ ഷംസു 100% വിജയമാണ് എന്ന കാര്യത്തിൽ ആർക്കും രണ്ടഭിപ്രായമില്ല. CCN മണ്ണാർക്കാട്. DYFI മേഖലാ കമ്മിറ്റിയും SFI മണ്ണമ്പറ്റ ലോക്കൽ കമ്മിറ്റിയും സംയുക്തമായി കോഫി വിത്ത് പ്രേമേട്ടൻ പരിപാടി സംഘടിപ്പിച്ചു. മണ്ണമ്പറ്റ സെന്ററിൽ നടന്ന പരിപാടിയിൽ K. പ്രേംകുമാർ MLA പ്രവർത്തകർക്കും നാട്ടുകാർക്കുമൊപ്പം സമയം ചിലവഴിച്ചു. കൊച്ചിലിന്റെ നാട്ടിലാച്ചു വന്ന കൊച്ചു രൂപയിൽ ഉദിച്ചുയർന്ന താരമേ പുഷ്പമേ നൂറു പൂക്കളേ നൂറു പൂക്കളേ ലാസലാം 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 സഖാക്കളേ. പരമ്പരാഗത രാഷ്ട്രീയ യോഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തികച്ചും സൗഹൃദപരമായ അന്തരീക്ഷത്തിലായിരുന്നു പരിപാടി നടന്നത്. ചായയ്ക്കും കാപ്പിക്കുമൊപ്പം പാട്ടുപാടിയും തമാശകൾ പങ്കുവച്ചും നടന്ന സംഗമത്തിൽ നാടിന്റെ രാഷ്ട്രീയവും വികസനവും സജീവ ചർച്ചയായി. ചായക്കടയിൽ രാഷ്ട്രീയം പറയാനാണ്, രാഷ്ട്രീയം പറയാമാണല്ലോ. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ചെന്ന് വിട്ടിട്ടുള്ള ഒരവസ്ഥ സാധനവും നമ്മളൊക്കെ പറയേണ്ടതാണ്. പറയാ സീറ്റ് കൊടുക്കാൻ, നിയമസഭാ സീറ്റ് ലേലം വിളിച്ചു കൊടുക്കാൻ 7 കോടി രൂപയാണ് അതിന്റെ ഭാഗമായിട്ട് ഒരു നിയമസഭാ സീറ്റിന് മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ ഭർത്താവിൽ നിന്ന് 7 കോടി രൂപ വാങ്ങിയിട്ട് പ്രിയങ്ക ഗാന്ധിയും AC വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും അതിൽ 2 പേരുടെ PA ഇതിന്റെ ഭാഗമായിട്ട് മാറ്റുകയും ചെയ്തു. യഥാർത്ഥത്തിൽ കേരളം വളരെ സജീവമായി രാജ്യം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് പറയുക. DYFI SFI പ്രാദേശിക നേതാക്കളും നിരവധി നാട്ടുകാരും പരിപാടിയിൽ സംബന്ധിച്ചു. CCN കടമ്പഴിപ്പുറം. കോൺഗ്രസ് നേതാവ് VD സതീശനെയും PK ശശിയെയും രൂക്ഷമായ ഭാഷയിൽ പരിഹസിച്ച് നടി ഗായത്രി വർഷ. ഇരുവരുടെയും വിസ്മയങ്ങൾ ഒറ്റപ്പാലത്ത് വില പോകില്ലെന്ന് അവർ പറഞ്ഞു. ശ്രീകൃഷ്ണപുരം പാർത്തലയിൽ സംഘടിപ്പിച്ച ഹൃദയപൂർവ്വം പ്രേമൻ എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഓരോ 5 വർഷം കൂടുമ്പോഴും ഓരോ നിയമസഭ തെരഞ്ഞെടുപ്പുകൾ നടന്നു പോകണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിന്, കേരളത്തിലുള്ള ജനങ്ങൾ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന് തയ്യാറാവുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷം
കേരള ജനതയുടെ ജീവിതം ലോകത്തിൽ എടുത്തു പറയുന്ന രീതിയിൽ പല ഇനിയിപ്പോ ചില വാക്കൊന്നും പറയാൻ പറ്റില്ല, അതാണ് പ്രശ്നം. വിസ്മയം എന്നൊന്നും പറയാൻ പറ്റില്ല. വിസ്മയം എന്നൊക്കെ പറഞ്ഞ തെറ്റിദ്ധരിക്കുന്ന രീതിയിലേക്ക് അത്തരം വാക്കുകൾക്കൊക്കെ വലിയ അർത്ഥങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആരാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഓ, അങ്ങനെ ഒരു വിസ്മയം ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഓ, അപ്പൊ പിന്നെ ഇവിടെ പറയാം. നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ വിസ്മയങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വിസ്മയങ്ങൾ, ലോക വിസ്മയങ്ങൾ, ഇന്ത്യയിലെ താജ്മഹൽ ഉൾപ്പെടെ അത്തരം വിസ്മയങ്ങളൊന്നും പറയാൻ പാടില്ലാത്ത ഇടത്തേക്ക് വിസ്മയം എന്ന് പറഞ്ഞാൽ ഒരേ ഒരു അർത്ഥത്തിലേക്ക് പോകുന്ന രീതിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പിലെ അതിന്റെ ഒരു പ്രതിപക്ഷ നേതാവ് അത്തരം പ്രൊപ്പഗണ്ടകളുടെ ഇടയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, അദ്ദേഹം അവകാശപ്പെടുന്ന ഒരു വിസ്മയമാണ് നമ്മളുടെ ഇവിടുത്തെ സഖാവ് പ്രേമന്റെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് ഇത്തവണ UDF-ലുള്ളത്. അതുകൊണ്ട് അത്തരം ഈ വില കുറഞ്ഞ തരംതാണ വിസ്മയങ്ങളൊക്കെ കേരളത്തിൽ ഇനി വിലപ്പോകുമോ എന്നുള്ളത് ഈ വിസ്മയമാകുന്നവരും ആക്കുന്നവരും അറിയണം എന്നുള്ളതായിരിക്കണം നമ്മളുടെ തെരഞ്ഞെടുപ്പ്. അത് നമുക്കൊന്നേ ചെയ്യാനുള്ളൂ, നല്ല അന്തസ്സായിട്ട് അരിവാഴ്ചുറ്റിക നക്ഷത്രം അടയാളത്തിന്റെ നടുവിൽ ഓട്ട് കുത്തിയിട്ട് ഇതിങ്ങനെ ചുവന്നു നിൽക്കുന്ന മണ്ണാണ്, ഇവിടെ നിറം മാറിയ ഒരു വിസ്മയത്തിനും കളിക്കളമല്ല എന്ന് ആര് വന്നാലും പറയാൻ നമുക്ക് കഴിയും എന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കണം. CCN കടമ്പഴിപ്പുറം. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ സ്മരണ പുതുക്കി ദുഃഖവെള്ളി ആചരിച്ചു. മനുഷ്യരുടെ മുഴുവൻ പാപങ്ങൾ ഏറ്റെടുത്ത് യേശു കുരിശുമരണം വരിച്ച ദിവസമാണ് ദുഃഖവെള്ളിയായി ആചരിക്കുന്നത്. ക്രിസ്തീയ സഭകളുടെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴിയും നടത്തി. ക്രിസ്തു അനുഭവിച്ച കഷ്ടതകളുടെ ഓർമ്മയ്ക്കായി പലയിടങ്ങളിലും കയ്പുനീര് കുടിക്കുന്ന ചടങ്ങ് നടന്നു. ശനിയാഴ്ച രാത്രി പെസഹ ജാഗരം, പുത്തൻ തിരിയും വെള്ളവും ആശീർവദിക്കൽ എന്നിവയും ഈസ്റ്റർ ദിനത്തിൽ രാവിലെ ഉയിർപ്പ് ഞായർ കർമ്മങ്ങളും ആരംഭിക്കും. രാവിലെയും വൈകിട്ടും ദേവാലയങ്ങളിൽ ദിവ്യബലി ആചരിക്കും. ഉയർത്തെഴുന്നേൽപ്പിന്റെ ഓർമ്മ പുതുക്കുന്ന ഈസ്റ്റർ ഞായറാഴ്ചയാണ്. CCN ചെർപ്പുളശ്ശേരി. എടത്തനാട്ടുകര കോട്ടപ്പള്ള കരുവള്ളി കോംപ്ലക്സിൽ ഉണ്ടായ വൻ തീപിടുത്തത്തിൽ 8 ലക്ഷം രൂപയുടെ നാശനഷ്ടം. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് ഷമീം കരുവള്ളിയുടെ ഉടമസ്ഥതയിലുള്ള വീടിനും അനുബന്ധ കെട്ടിടത്തിനും തീപിടിച്ചത്. ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് ചെയ്യാൻ വെച്ചപ്പോൾ ഉണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമായത്. സ്കൂട്ടറിൽ നിന്ന് പടർന്ന തീ സ്വിച്ച് ബോർഡിലേക്കും തുടർന്ന് ബിൽഡിംഗിലേക്കും അതിവേഗം വ്യാപിക്കുകയായിരുന്നു. അപകടത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും കത്തിനശിച്ചു. ഇതിനു സമീപം പാർക്ക് ചെയ്തിരുന്ന സ്വിഫ്റ്റ് കാറിനും ഭാഗികമായി തീപിടിച്ചു. വീടിനും കെട്ടിടത്തിനുമുണ്ടായ കേടുപാടുകൾ ഉൾപ്പെടെ ഏകദേശം 8 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. വിവരമറിഞ്ഞ് മണ്ണാർക്കാട് നിന്നും സ്റ്റേഷൻ ഓഫീസർ R. ഹിതീഷിന്റെ നേതൃത്വത്തിലുള്ള ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി. ഫയർഫോഴ്സും നാട്ടുകാരും സംയുക്തമായി നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. CCN ചത്തല്ലൂർ. CPIയുടെ മുതിർന്ന നേതാവ് പന്ന്യൻ രവീന്ദ്രൻ പ്രസംഗിക്കുന്നതിനിടെ കുഴഞ്ഞു വീണു. അട്ടപ്പാടിയിൽ LDF പുതൂർ പഞ്ചായത്ത് റാലിയിൽ സംസാരിക്കുന്നതിനിടെയാണ് പന്ന്യൻ രവീന്ദ്രന് ദേഹാസ്വസ്ഥം ഉണ്ടായത്. അനൗൺസ്മെന്റ് വണ്ടി മാറ്റാൻ പറയും. ഉടൻ തന്നെ പ്രവർത്തകർ അദ്ദേഹത്തെ പുതൂരിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷം അദ്ദേഹം ഇവിടെ തുടരുകയാണ്. ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളില്ലെന്നും ആശങ്കപ്പെടാനില്ലെന്നുമാണ് വിവരം. പന്ന്യൻ രവീന്ദ്രന്റെ രക്തസമ്മർദ്ദം ഉൾപ്പെടെ സാധാരണ നിലയിലാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. രാവിലെ അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നില്ലെന്നാണ് വിവരം. ഇതാകാം ദേഹാസ്വസ്ഥമുണ്ടാകാൻ കാരണമെന്ന് കരുതുന്നു. CCN മണ്ണാർക്കാട്.
അങ്ങാടിപ്പുറം തിരുമാതാംകുന്ന് ക്ഷേത്രത്തിൽ 10ാം പൂരം ആഘോഷിച്ചു. രാവിലെ പന്തീരടി പൂജയ്ക്ക് ശേഷം ആറാട്ട് എഴുന്നള്ളിപ്പ്, പഞ്ചാരിമേളം, എഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം എന്നിവയും നടന്നു. ഉച്ചയോടെ പകൽപൂരം അവസാനിച്ചു. വൈകിട്ട് ഒറ്റച്ചെണ്ടയുടെ അകമ്പടിയോടെ ദേവി പരിവാര സമേതം ക്ഷേത്രം തെക്കേ നടയിറങ്ങി തിരുമാതാംകുന്നിന്റെ കീഴേടമായ പരിയാപുരം റോഡിലെ വേട്ടേക്കരൻ കാവിലേക്ക് പള്ളിവേട്ട എഴുന്നള്ളിപ്പുണ്ടായി. പള്ളിവേട്ട കഴിഞ്ഞ് പഞ്ചവാദ്യത്തോടെ ആഘോഷമായാണ് ക്ഷേത്രത്തിലേക്ക് മടങ്ങിയത്. ക്ഷേത്രത്തിൽ തിരിച്ചെത്തി വടക്കേ ബലിക്കൽ പുരയിൽ ദീപാരാധന കഴിഞ്ഞ് വീണ്ടും ആറാട്ടിനെഴുന്നള്ളി. പള്ളിവേട്ട കഴിഞ്ഞ് ക്ഷീണിതയായി നിദ്രയിലാണ്ട ഭഗവതിയെ പള്ളിക്കുറുപ്പ് ഉണർത്തുന്ന ചടങ്ങോടെയാണ് ശനിയാഴ്ച 11ാം പൂരം തുടങ്ങുക. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPIയുടെ മുതിർന്ന നേതാവ് പന്ന്യൻ രവീന്ദ്രൻ പ്രസംഗിക്കുന്നതിനിടെ കുഴഞ്ഞു വീണു. അട്ടപ്പാടിയിൽ LDF പുതൂർ പഞ്ചായത്ത് റാലിയിൽ സംസാരിക്കുന്നതിനിടെയാണ് പന്ന്യൻ രവീന്ദ്രന് ദേഹാസ്വാസ്ഥ്യമുണ്ടായത്. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ സീനിയർ വനിതാ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സിനി ജലീലിനെ മുഖംമൂടി സംഘം മർദ്ദിച്ചതായി പരാതി. ഡോക്ടറുടെ പെരിന്തൽമണ്ണയിലെ വീട്ടിലെ പരിശോധനാ മുറിയിൽ വെച്ചാണ് സംഭവം. മൂക്കിനുൾപ്പെടെ പരിക്കേറ്റ ഡോക്ടർ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്.
ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ സ്മരണ പുതുക്കി ദുഃഖവെള്ളി ആചരിച്ചു. മനുഷ്യരുടെ മുഴുവൻ പാപങ്ങൾ ഏറ്റെടുത്ത് യേശു കുരിശുമരണം വരിച്ച ദിവസമാണ് ദുഃഖവെള്ളിയായി ആചരിക്കുന്നത്. ക്രിസ്തീയ സഭകളുടെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴിയും നടത്തി. അങ്ങാടിപ്പുറം തിരുമാധാംകുന്ന് ക്ഷേത്രത്തിൽ 10ാം പൂരം ആഘോഷിച്ചു. രാവിലെ പന്തീരടി പൂജയ്ക്ക് ശേഷം ആറാട്ടെഴുന്നള്ളിപ്പ്, പഞ്ചാരിമേളം, എഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം എന്നിവയും നടന്നു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.